ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരീ സഹോദരന്മാരെ, ഇന്ന് വചനം തിരുവചനം ശുശ്രൂഷയിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം യാക്കോബ് കണ്ട ഗോവേണി എന്നതിനെ പറ്റിയാണ്. ആദ്യമായിട്ടൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പഴയ നിയമത്തിലെ മുഴുവൻ അടയാളങ്ങളും യേശു ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. ഇത് ഹൃദയത്തിൽ നന്നായിട്ടങ്ങ് പതിപ്പിച്ചുറപ്പിച്ചു വെച്ചേക്കണം, എങ്കിലേ നമുക്ക് ബൈബിൾ ശരിക്കും പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഉൽപ്പത്തി പുസ്തകത്തിൽ ജീവൻ്റെ വൃക്ഷം എന്ന് പറയുന്നത് യേശുവാണ്. പിന്നീട് അങ്ങോട്ട് മുഴുവൻ അടയാളങ്ങളും യേശുവിനെ പറ്റിയാണ്. ഉദാഹരണമായിട്ട് പെസഹായിലെ കുഞ്ഞാട് യേശുവാണ്, തളിക്കപ്പെടുന്ന കുഞ്ഞാടിൻ്റെ രക്തം യേശുവാണ്, ആദത്തെയും ഹൗവയും ഉടുപ്പിക്കുന്ന തോല് യേശുവാണ്, യേശുവിൻ്റെ രക്തമാണ്. പെസഹ കുഞ്ഞാട്, ആകാശത്തുനിന്ന് വീഴുന്ന മന്ന, പിളർക്കപ്പെടുന്ന പാറ, ജോസഫ് കടന്നുപോയ അനുഭവങ്ങൾ, ഇതെല്ലാം യേശുവിനെയാണ് കാണിക്കുന്നത്. ദൈവം പഴയ നിയമത്തിൽ ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് വരാൻ പോകുന്ന തൻ്റെ പുത്രനെ പറ്റി വിളിച്ചു പറയുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ കേട്ടിട്ടില്ലേ, ഇതാ വരുന്നു നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി, നമ്മുടെ പിന്നാലെ കടന്നു വരുന്നു. നമ്മളിത് കേട്ട് ചാടി ഇറങ്ങുമ്പോഴത്തേക്ക് സ്ഥാനാർത്ഥി എവിടെയെങ്കിലും വന്നിട്ടില്ല, അതിനു മുമ്പേ 2-3 സ്പീക്കറും ഒക്കെ വെച്ച് കെട്ടി ഒരു വണ്ടി പാഞ്ഞു പോവുകയാണ്. കുറേ കഴിയുമ്പോൾ ദാ നാടിൻ്റെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി കടന്നു വരുന്നു. നമ്മൾ വീണ്ടും ചെല്ലുമ്പോൾ ആളില്ല. അവസാനം ഒരു അറിയിപ്പ്, ദാ തൊട്ടു പിന്നാലെ അനേകരുടെ ആദരവ് ഏറ്റുവാങ്ങി വരുന്നു. അപ്പം ചെല്ലുമ്പോൾ ശരിയാ, ആള് വരുന്നുണ്ട്. ഇതുപോലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പിതാവ് വിളിച്ചു പറഞ്ഞൊരു സത്യമുണ്ട്, എൻ്റെ പുത്രനെ ഞാൻ അയക്കും, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. അപ്പം നമ്മൾ ബൈബിളിൽ എല്ലായിടത്തും കാണുന്നത് യേശുവിൻ്റെ അടയാളങ്ങളാണ്. എല്ലാ പ്രവാചകന്മാർക്കും വിശുദ്ധാത്മാക്കൾക്കും പഴയ നിയമത്തിലും യേശുവിനെ പറ്റി ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ഇവിടെ നമ്മുടെ പൂർവ്വപിതാവായ യാക്കോബിന് നമ്മൾ സീറോ മലബാർ കുർബാനയിൽ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ യാക്കോബ് എന്ന് പറയുന്ന വല്യപ്പച്ചന് ദൈവം യേശുവിനെ കാണിച്ചു കൊടുത്തത് ഒരു ഗോവേണിയുടെ രൂപത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മുടെ വല്യപ്പച്ചനായ നമ്മുടെ പൂർവ്വപിതാവായ യാക്കോബ് ഒരു ദർശനം കാണുകയാണ്. ദർശനം ഇതാണ്: ഇതാ ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഗോവേണി, അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടി നിൽക്കുന്നു, അതിലൂടെ ദൈവദൂതന്മാർ കയറിപ്പോകുകയും ഇറങ്ങി വരികയും ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ദൈവദൂതന്മാർ ഇറങ്ങി വരികയും കയറിപ്പോകുകയെന്നാണ് എഴുതേണ്ടത്. പക്ഷേ യാക്കോബ് കണ്ടതുപോലെ തന്നെ അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, ദൈവദൂതന്മാർ കയറിപ്പോകുകയും ഇറങ്ങി വരികയും ചെയ്യും. സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ കൂട്ടിമുട്ടിച്ച പാലമാണ്. പുരോഹിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം പാലം പണിയുന്നവൻ എന്നാണ്. 2 കരകളെ തമ്മിൽ ഇടയ്ക്ക് കിടക്കുന്ന കായലിൻ്റെ മുകളിലൂടെ ഒരു പാലമിട്ട് യോജിപ്പിക്കുന്നത് പോലെ പുരോഹിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം പാലം പണിയുന്നവൻ എന്നാണെങ്കിൽ, ഹെബ്രായ ലേഖനത്തിൽ പറയുന്നു യേശു നമ്മുടെ പ്രധാന പുരോഹിതനാണ്. സ്വർഗവും ഭൂമിയും തമ്മിൽ അകലത്തിലായിരുന്നപ്പോൾ, കയറിപ്പോകാൻ പറ്റാത്തൊരു വിടവുണ്ടായിരുന്നപ്പോൾ, ഇതിനെ രണ്ടിനെയും തമ്മിൽ കൂട്ടിമുട്ടിച്ച പാലമാണ്, ഗോവേണിയാണ് യേശു. ഈ ഗോവേണിയെയാണ് ഇവിടെ യാക്കോബ് ദർശനത്തിൽ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഒന്നാമത് നമ്മൾ ചിന്തിക്കുന്നു യേശു സുരക്ഷിതമായ ഗോവേണി. സ്വർഗത്ത് പോകണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട ഒറ്റ വഴിയേ ഉള്ളൂ, യേശു എന്ന് പറയുന്ന ഈ ഗോവേണിയിലൂടെ കയറിപ്പോവുക. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാമത്തെ തിരുവചനത്തിൽ യേശു പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയത്തില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഒരിക്കലും. നമ്മൾ ഒരു ദിവസം 700 പ്രാവശ്യം പാപത്തിൽ വീണാലും നമ്മൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെല്ലുകയാണ്, കർത്താവേ ഞാൻ വീണുപോയി. യേശു പറയില്ല, നിന്നെ ഞാൻ തള്ളിക്കളയത്തില്ല. യേശു ശരിക്കും പറഞ്ഞാൽ പത്രോസിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ 70 പ്രാവശ്യം ക്ഷമിക്കണം. ഗുണിച്ച് പറഞ്ഞാൽ 490. അതിൻ്റെ ശരിയായ വ്യാഖ്യാനം 10,000 തവണ ആണെങ്കിലും നീ ക്ഷമിക്കണമെന്ന. ഇങ്ങനെ പഠിപ്പിച്ച കർത്താവിന് നമ്മളോട് ക്ഷമിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. ഒരു നാളും ഒരിക്കലും ഞാൻ തള്ളിക്കളയത്തില്ല. ഹെബ്രായ ലേഖനം 13:5 അവിടെ നിന്ന് പറയുന്നു, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ഹെബ്രായ ലേഖനത്തിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം പറയാണ്, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. ഹല്ലേലൂയ.
തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ, ത്രൂ ജീസസ്, യേശുവിലൂടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. ഇത് ഉറപ്പിച്ച് വിശ്വസിക്കണം. യേശു പറയാണ്, നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിവുണ്ട്, ഞാൻ സുരക്ഷിതമായ ഏണിയാണ്. ഇതിൻ്റെ അറ്റം ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്നു, മറ്റേ അറ്റം സ്വർഗം വരെ എത്തി നിൽക്കുന്നു. ഇത് വേറെ എങ്ങോട്ടും പോകത്തില്ല, ഇത് ലക്ഷ്യം മാറത്തില്ല, ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പരിപാടിയൊന്നുമില്ല. ഇത് ഭൂമിയിൽ നിന്ന് നേരെ വിട്ടാൽ സ്വർഗത്തിൽ നിൽക്കുന്ന ഒരു ഏണിയാണ്. ഈ ഏണിയിലൂടെ നമുക്ക് കയറി പോകാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന രാജ്യത്തിൽ ഏതാണ്ട് ഒരു 30ഓളം പട്ടാളക്കാർ, UK ഇംഗ്ലണ്ടിൻ്റെ പട്ടാളക്കാർ കടലിലൂടെ യാത്ര ചെയ്യാണ്. ഒരു യുദ്ധക്കപ്പലാണ്, ചെറിയ യുദ്ധക്കപ്പലാണ്. ഈ യുദ്ധക്കപ്പൽ ഏതോ ഒരു ചുഴിയിൽപ്പെട്ട് പെട്ടെന്ന് ഇതങ്ങ് മുങ്ങി. കടലിലോട്ട് മുങ്ങാൻ തുടങ്ങുമ്പോൾ 4 ഭാഗത്തും കടലാണ്, ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഇവരന്നേരം എന്ത് ചെയ്യുന്നറിയാമോ, കരയിലുള്ള പട്ടാള ഓഫീസുമായിട്ട് ഇവർ ബന്ധപ്പെട്ടു. ഞങ്ങൾ ഇന്ന സ്ഥലത്ത് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കപ്പൽ മുങ്ങുന്നു, ഞങ്ങളെ രക്ഷിക്കണം. ഉടൻ ഇംഗ്ലണ്ടിൻ്റെ പട്ടാളം എന്ത് ചെയ്യുന്നറിയാമോ, കുറേ ഹെലികോപ്റ്ററുകൾ, ഒരു 10ഓളം ഹെലികോപ്റ്ററുകൾ അതിൻ്റെ അകത്ത് പട്ടാളക്കാരുമായിട്ട് അവർ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അപ്പോൾ ഈ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൻ്റെ മുകളിലായി ഹെലികോപ്റ്ററുകൾ പല ഭാഗത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടു നിന്നു. ഹെലികോപ്റ്ററുകളിൽ നിന്നും താഴേക്ക് കയറുകൊണ്ടുള്ള ഏണി അവർ ഇട്ടുകൊടുത്തു. എന്നിട്ട് അവർ സ്പീക്കറിലൂടെ വിളിച്ചു പറഞ്ഞു, പട്ടാളക്കാരി ഏണിയിലൂടെ പിടിച്ച് കയറി വരിക, അല്ലാത്തവർ തൂങ്ങിക്കിടക്കുക, ഞങ്ങൾ നിങ്ങളെ രക്ഷിച്ചുകൊള്ളാം. ഓരോ ഹെലികോപ്റ്ററിൽ നിന്നും ഏണികൾ താഴേക്ക് ഇറങ്ങി വന്നു. മുങ്ങി വെള്ളത്തിൽ കിടന്ന പട്ടാളക്കാർ ഓരോരുത്തർ ഏണിയിൽ പിടിച്ച് കയറാൻ തുടങ്ങി. എല്ലാവരും രക്ഷപ്പെട്ടു, ഒരാൾ പോലും മരിച്ചില്ല. പാപത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാശിയെ രക്ഷിക്കാൻ ഇറങ്ങി വന്ന ഹെലികോപ്റ്ററാണ് പരിശുദ്ധ കന്യകാമറിയം. ഈ ഹെലികോപ്റ്ററിൽ നിന്നും താഴേക്ക് നീണ്ടുവന്ന ഏണിയാണ് പ്രിയപ്പെട്ടവരെ കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തിൻ്റെ വചനം ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, ഇത് സുരക്ഷിതമായ മാർഗമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ നന്നായിട്ട് അറിയാം, അവ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവയ്ക്ക് ഞാൻ നിത്യജീവൻ നൽകുന്നു, അവ ഒരു നാളും നശിച്ചു പോകത്തില്ല, അവയെ എൻ്റെ കൈകളിൽ നിന്ന് പിടിച്ചെടുക്കാൻ ആർക്കും സാധ്യമല്ല. എത്ര മനോഹരമായ ഒരു വചനമാണിത്. ഞാനും നിങ്ങളും എത്ര ഭാഗ്യമുള്ളവരാണ്. യേശു പറയാണ്, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രമിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോഴെല്ലാം ഇടയൻ്റെ ശബ്ദം കേൾക്കുകയാണ്. എൻ്റെ ആടുകൾക്ക് എന്നെ അറിയാം, എനിക്ക് എൻ്റെ ആടുകളെ അറിയാം, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരു നാൾ നശിച്ചു പോകത്തില്ല, അവയെ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട്. ഒരിക്കൽ ഇടവക്കാരിയായ ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛാ ഒന്നും പറയണ്ട, ഇന്ന് എൻ്റെ ദുഷ്ടനായ ഭർത്താവ് ചത്തു, അയാളുടെ ശരീരവും ചത്തു, അയാളുടെ ആത്മാവും ചത്തു, ദുഷ്ടൻ നരകത്ത് പോയി. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത്? മരിയവേനച്ചൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അച്ഛാ എല്ലാ ദിവസവും മദ്യപിച്ചിട്ട് വന്ന് എന്നെ കുനിച്ച് നിർത്തി ഇടിക്കു വച്ചാ, പിന്നെ ചവിട്ടു വച്ചാ, പിന്നെ തുപ്പും വച്ചാ ദുഷ്ടൻ. ഇന്ന് അയാൾ മദ്യപിച്ചിട്ട് ഒരു പാലത്തിൽ കൂടി വരുമ്പോൾ അയാളുടെ കാല് തെറ്റി അയാൾ വെള്ളത്തിലോട്ട് വീണ് മരിച്ചച്ച, അയാളുടെ ശരീരവും പോയി, അയാളുടെ ആത്മാവും പോയി, നരകത്ത് പോയി. ജോൺ മരിയ വിയാനിയച്ചൻ സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ പറഞ്ഞു, മോളെ ആ പാലവും താഴെക്കൂടെ ഒഴുകുന്ന വെള്ളവുമായിട്ട് എത്ര ദൂരം ഉണ്ടായിരുന്നു? അപ്പോൾ അവൾ പറഞ്ഞു, അതച്ചാ ഇച്ചിരി പൊക്കമുള്ള പാലമാണ് കേട്ടോ, അതുകൊണ്ട് വീഴ്ച ഇച്ചിരി കട്ടിയായിരുന്നു, കഴുത്തൊടിഞ്ഞു പോയി കാണും. അപ്പോൾ മരിയവേനച്ചൻ ഇങ്ങനെ പറഞ്ഞു, മോളെ നിന്റെ ഭർത്താവ് പാലത്തിൽ നിന്നും താഴേക്ക് വീഴുന്ന സമയത്ത് അവൻ ഇങ്ങനെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു എന്ന് കരുതുക, യേശുവേ എന്നെ രക്ഷിക്കണേ, എൻ്റെ മേൽ കരുണയായിരിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് അവൻ വെള്ളത്തിലോട്ട് വീണ് അവൻ വെള്ളം കുടിച്ച് മരിച്ചതെങ്കിൽ, നീ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിന്നെ സ്വീകരിക്കുന്നത് വെള്ള വസ്ത്രമണിഞ്ഞ നിന്റെ ഭർത്താവായിരിക്കും. നിന്റെ ഭർത്താവിനെ നീ മഹത്വത്തോടുകൂടെ കാണും. അവസാനത്തെ നിമിഷത്തിലാണെങ്കിൽ പോലും യേശുവേ പാപിയായ എന്നോട് കരുണയായിരിക്കണമേ എന്ന് നിന്റെ ഭർത്താവ് ചങ്കുപൊട്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഭർത്താവിനെ നീ സ്വർഗത്ത് കാണും. ഇതാണ് യാക്കോബ് കണ്ട ഗോവേണി. അതിൻ്റെ അറ്റം ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇളകിപ്പോകത്തില്ല പ്രിയപ്പെട്ടവരെ. അതിൻ്റെ മറ്റേ അറ്റം സ്വർഗത്തിൽ നിന്ന് നിൽക്കുകയാണ്, നമ്മളെ കയറ്റിക്കൊണ്ടുപോകുന്ന ഗോവേണിയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഗോവേണി അവിടെ ഉണ്ടെങ്കിലും കയറിപ്പോകണമോ വേണ്ടിയോ എന്ന് തീരുമാനമെടുക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. ദൈവം ഗോവേണി അയച്ചു എന്നുള്ളത് ശരിയാണ്, ഗോവേണി ഇന്നും അങ്ങനെ തന്നെയുണ്ട്. പക്ഷേ ഇതിലൂടെ കയറണ്ട എന്ന് ആരെങ്കിലും തീരുമാനമെടുത്താൽ നമുക്ക് നമ്മുടെ വഴിയെ പോകാം, സാത്താൻ്റെ താവളമായ നരകത്തിൽ നിന്ന് അവസാനിക്കാം. എന്നാൽ ഈ ഗോവേണിയിലൂടെ ആരെങ്കിലും കയറുമെന്ന് തീരുമാനിച്ചാൽ അവനെ കയറ്റിക്കൊണ്ടുപോകുന്ന കാര്യം ഈ ഗോവേണി ഏറ്റു. കാരണം ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ല എന്ന് നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. വെളിപാട് 3-ാം അധ്യായത്തിൻ്റെ 20 നമ്മൾ പറയുന്നു, കർത്താവ് പറയുന്നുണ്ട്,
ഞാൻ നിൻ്റെ ഹൃദയത്തിൻ്റെ കവാടത്തുകൾ മുട്ടി വിളിക്കുന്നു, നീ വാതിൽ തുറന്ന് തന്നാൽ ഞാൻ അകത്ത് വരും. ഏണി കൂടെ കയറാൻ തീരുമാനമെടുക്കണം. യേശു രക്ഷകനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, കർത്താവേ, ഈ ഏണി, യാക്കോബ് കണ്ട ഈ ഏണി, ഇതെൻ്റെ യേശുവാണ്, എനിക്ക് ഈ ഏണിയിലൂടെ കയറിപ്പോകാൻ പറ്റും. 2, ഈ ഏണി ഏറ്റവും ശക്തമായ ഒരു ഏണിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അങ്ങോട്ട് ഒടിഞ്ഞു പോകുന്ന ഒരു ഏണി അല്ല ഇത്. യെശയ്യായുടെ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ദൈവമായ കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ, അവിടുന്ന് ശാശ്വതമായ അഭയശിലയാണല്ലോ. ദൈവമായ കർത്താവിൽ ആശ്രയിക്കുവിൻ, അവിടുന്ന് ശാശ്വതമായ അഭയശിലയാണല്ലോ. സുഭാഷിതങ്ങളുടെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്, നീതിമാൻ അതിൽ ഓടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു. കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്. നിങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ജീസസ് എന്ന് എപ്പോഴെങ്കിലും വിളിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുന്നത് അറിയും. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്, ഓ ബൈ ജീസസ്, എൻ്റെ യേശുവേ, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വിളിച്ചാൽ പരിശുദ്ധാത്മാവ് ആ നിമിഷം നിങ്ങളെ തൊടും. പ്രിയപ്പെട്ടവരെ, ഇതൊരിക്കലും ഒടിഞ്ഞു പോകാത്തൊരു ഏണിയാണ്. ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്, ഡോക്ടറാണ് പഠിച്ചത്. ഞാനവിടെ MBBS പഠിക്കുന്ന സമയത്ത് നമ്മൾ അവസാന വർഷത്തോടടുത്ത് ചെല്ലുമ്പോൾ ഓർത്തോപീഡിക് വാർഡിൽ നമുക്ക് 2 ആഴ്ചത്തെ പോസ്റ്റിംഗ് ഉണ്ട്. അതായത് അസ്ഥി രോഗത്തിൽ കിടക്കുന്ന രോഗികളെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ 2 ആഴ്ച പ്രാക്ടിക്കൽ ക്ലാസ്സൊക്കെ തരാനായിട്ട് നമ്മുടെ പ്രൊഫസർമാർ നമ്മളെ വാർഡുകളിലൂടെ കൊണ്ടുപോകും. ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരിക്കലൊരു രോഗിയെ കാണാനായിട്ട് ഞാൻ ചെന്നപ്പോൾ ആ രോഗി കഴുത്തിന് താഴേക്ക് തളർന്ന് കിടക്കുക. ഞാൻ ചോദിച്ചു, ചേട്ടാ, എനിക്ക് ആകെ സങ്കടമായി. ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്താ പറ്റിയത്? നല്ല ഈ പ്രായത്തിൽ ചേട്ടൻ തളർന്നു പോയല്ലോ. ചേട്ടൻ പറഞ്ഞു, ഡോക്ടറെ, ഞാൻ ഒരു പാവപ്പെട്ട ഒരു കുരിത്തൊഴിലാളിയാണ്. അതായത് ഈ 4 നില 5 നില കെട്ടിടങ്ങളൊക്കെ വാർക്കുമ്പോൾ ഈ വലിയ ചട്ടിയുടെ അകത്ത് സിമൻറ്റ് കുഴച്ചത് കയ്യിൽ പിടിച്ചിട്ട് ഏണിയിലൂടെ കയറി മുകളിൽ കൊണ്ടുവന്ന് അവിടെ പണി ചെയ്യുന്ന മേസ്തിരിയുടെ കയ്യിൽ കൊടുക്കണം. ഇതാണ് ഇയാളുടെ ജോലി. അപ്പോൾ ഇയാൾ വലിയൊരു ഏണിയിലൂടെ ഇയാൾ ഈ സിമൻറ്റ് പിടിച്ച് കയറിപ്പോകും. അങ്ങനെ ഒരു ദിവസം പോകുന്ന വഴിക്ക് ഏണിയുടെ പടിയിൽ ചവിട്ടിയതും ആ പടി അങ്ങോട്ട് ഒടിഞ്ഞു പോയി. ഇയാൾ ഈ സിമൻറ്റും ചട്ടിയും കൂടി ഇയാൾ മുകളിൽ നിന്ന് താഴേക്ക് വന്ന് വീണു. കഴുത്തിന് താഴേക്ക് ഇയാൾ തളർന്നു പോയി. എന്നിട്ട് ഇയാൾ എന്നെ നോക്കി പറഞ്ഞു, കൊച്ചു ഡോക്ടറെ, ഏണി എന്നെ ചതിച്ചു. കൊച്ചു ഡോക്ടറെ, ഏണി എന്നെ ചതിച്ചു. എൻ്റെ ജീവിതം തകർന്നു പോയി കൊച്ചു ഡോക്ടറെ, എൻ്റെ ഏണി എന്നെ ചതിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏണി ചതിച്ചതിനാൽ തകർന്നു കിടക്കുന്ന ഒരു മനുഷ്യനെ അന്ന് എനിക്ക് കാണാനായിട്ട് സാധിച്ചു. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് സന്തോഷത്തിൻ്റെ ഒരു വാർത്ത പറയട്ടെ. ഒരിക്കലും ചതിക്കാത്തൊരു ഏണിയുണ്ട്. അതാണ് കർത്താവ് യേശു ക്രിസ്തു. നമ്മളെ ഒരിക്കലും ഒടിഞ്ഞു പോകാത്ത സർവശക്തനായ ഏണി. യെശയ്യായുടെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്: ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ സിയോനിൽ ഒരു കല്ല്, ശോധന ചെയ്ത കല്ല് ഞാൻ അടിസ്ഥാനമായി ഇടുന്നു, വിലയുറ്റ മൂലക്കല്ല് അടിസ്ഥാനമായി ഇട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ചഞ്ചലചിത്തനാകുകയില്ല. മനോഹരമായൊരു വചനമല്ലേ ഇത്? ശോധന ചെയ്ത ഒരു കല്ല്, പരിശോധിച്ച കല്ല്, ചെത്തിയെടുത്ത കല്ല്, എല്ലാ വിധത്തിലും ടെസ്റ്റ് ചെയ്യപ്പെട്ട കല്ല്. ഇനി ടെസ്റ്റ് ചെയ്യാനൊന്നുമില്ല. ദൈവം പരിശോധനയിലൂടെ 33.5 വർഷം കടത്തിവിട്ട് ഒരുപാട് വേദനകളും ടെസ്റ്റുകളും ട്രയൽസും ഒരുപാട് പീഡനങ്ങളിലൂടെ കടന്നുപോയ ഒരു കല്ല്, ശോധന ചെയ്ത് പുറത്തു വന്ന മനോഹരമായ ഒരു മൂലക്കല്ല് ഞാൻ അടിസ്ഥാനമായിട്ടിരിക്കുന്നു. ഈ മൂലക്കല്ലിൻ്റെ മേൽ നിങ്ങളുടെ ജീവിതത്തെ പണിതുയർത്തുക എന്നാണ് കർത്താവ് പറയുന്നത്. വിശ്വസിക്കുന്നവൻ ചഞ്ചലചിത്തനാകത്തില്ല. ഒരിക്കലും ഒടിഞ്ഞു പോകാത്ത ഒരു ഏണിയാണിതെന്ന് യേശുവിനെ പറ്റി ദൈവം എന്നെയും നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിയമാവർത്തന പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 24, 25, 26 മുതൽ ആ വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിക്കേ. അവിടെ കർത്താവിൻ്റെ വചനം ഇപ്രകാരമാണ് പറയുന്നത്. പ്രത്യേകിച്ച് 33-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം ശ്രദ്ധിച്ചൊന്ന് വായിക്കുക. നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല, നിന്നെ സഹായിക്കാൻ അവിടുന്ന് മഹത്വപൂർണനായി വിഹായസിലൂടെ മേഘത്തിൽ സഞ്ചരിക്കുന്നു. നിന്റെ ദൈവം നിന്റെ അഭയം, താങ്ങാൻ ശാശ്വതമായ കരങ്ങൾ, അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടിമാറ്റും. പ്രിയപ്പെട്ടവരെ, ചില വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കുളിര് കോരിയിടും. കാരണം ദൈവം ഇവിടെ പറയാണ്, നമ്മളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ ദൈവം മേഘത്തിലൂടെ മഹത്വപൂർണനായി സഞ്ചരിക്കുന്നു. ചില സമയത്തെങ്കിലും ഞാൻ ആകാശത്തോട്ട് നോക്കി വെള്ള മേഘങ്ങളെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുക, എന്നെ സഹായിക്കാൻ ദൈവം മേഘത്തിലൂടെ സഞ്ചരിക്കുകയാണ്, മഹത്വപൂർണനായി സഞ്ചരിക്കുന്നു. താങ്ങാൻ ശാശ്വത കരങ്ങൾ, ദൈവത്തിൻ്റെ കരങ്ങൾ നിന്നെ താങ്ങുമെന്ന് പറയുന്നു. അവിടെ നിന്ന് നിന്റെ ശത്രുവിനെ തട്ടി മാറ്റിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ,
ഈ ഏണിയിൽ കൂടെ നമ്മൾ കയറിപ്പോകുമ്പോൾ നമ്മളെ തട്ടി താഴെയിടാൻ വരുന്ന ശത്രുവിനെ മേഘത്തിലൂടെ സഞ്ചരിക്കുന്ന ദൈവം തട്ടിമാറ്റുമെന്നാണ് കർത്താവിൻ്റെ വചനം നമ്മളെ ഇന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. ഈ ഏണിയിലൂടെ കയറിപ്പോയ ഒരുപാട് ബലഹീനരുണ്ട് കേട്ടോ. പത്രോസ് നമ്മളെപ്പോലത്തെ ഒരു ബലഹീനനായിരുന്നു, ഈശോയെ തള്ളിപ്പറഞ്ഞ ബലഹീനനാ. പക്ഷെ ഏണിയിലൂടെ കയറാൻ തുടങ്ങിയപ്പോൾ പിശാച് പഠിച്ച പണി 18 നോക്കിയിട്ടും പത്രോസിനെ അതിൻ്റെ അകത്ത് വലിച്ച് താഴെടാൻ പറ്റില്ല. കാരണം ദൈവം പത്രോസിനെ സഹായിക്കാൻ മേഘത്തിലൂടെ വിഹായസിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. പത്രോസിനെ സഹായിച്ച ദൈവം, മഗ്ദലന മറിയത്തെ ഏണിയിലൂടെ കയറി സ്വർഗത്തെത്താൻ സഹായിച്ച ദൈവം, അഗസ്റ്റീനോസ് എന്ന വ്യഭിചാരിയെ കയറി സ്വർഗത്തെത്താൻ സഹായിച്ച ഈ ഏണി എന്നെയും നിങ്ങളെയും സ്വർഗത്തെത്തിക്കുന്ന ഗോവേണിയാണ് പ്രിയപ്പെട്ടവരെ. അതിൻ്റെ പടികൾ ഉടയുന്നില്ല. അതുകൊണ്ടാണ് തോമായ്ക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ, എൻ്റെ മുറിവുകൾ നീ കണ്ടുകൊള്ളുക തോമ, നിന്റെ കൈ കൊണ്ടുവന്ന് എൻ്റെ ആണിപ്പാടുള്ള കരങ്ങളിൽ ഇട്ടുകൊള്ളുക, വിലാപ്പുറത്ത് വെച്ചുകൊള്ളുക. ഇത് ഏണിയുടെ പടികളാണ് തോമ. നിനക്ക് ചവിട്ടി സ്വർഗത്ത് പോകാനുള്ള ഗോവേണിയാണ് ഞാൻ. ഈ ഗോവേണിയുടെ പടികളാണ് എൻ്റെ ശരീരത്തിലെ മുറിവുകൾ. നിനക്കിതിൽ ചവിട്ടിക്കയറി എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് എത്താം. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ, ഞാനാണ് സ്വർഗത്തെത്തിച്ചേരേണ്ട ഗോവേണി തോമ. ഈ മുറിവുകൾ നിനക്ക് കയറിപ്പോകാനുള്ള ചവിട്ട് പടികളാണ് തോമ. തോമ പറഞ്ഞു, കർത്താവേ എനിക്ക് മതിയായി, ഞാൻ നിനക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണ്. ഇനി മരിച്ചു, ഭാരതത്തിൽ വന്ന് മരിച്ചു. തോമ കർത്താവിൻ്റെ മുറിവുകൾ കണ്ടു, ഗോവേണിയെ കണ്ടു, ചവിട്ടിപ്പോകാനുള്ള ഗോവേണിയെ തോമ വ്യക്തമായിട്ട് കണ്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിനെ നാം തിരിച്ചറിഞ്ഞ് ഇനിയും വൈകുന്നത് എന്തിനാണ്? നമുക്കൊരേ ഒരു ജീവിതമേ ഉള്ളൂ. ആചാര അനുഷ്ഠാനങ്ങളുടെ അപ്പുറം കടന്ന് യേശുവിനെ നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾക്കറിയാമോ, വാഴപ്പഴം അല്ലെങ്കിൽ ഏത്തപ്പഴം, ഇതിൻ്റെ പുറത്തിരിക്കുന്ന തൊലിയാണ് ആചാരാനുഷ്ഠാനങ്ങൾ, അകത്തിരിക്കുന്ന പഴമാണ് യഥാർത്ഥ യേശുക്രിസ്തു എന്ന് വേണമെങ്കിൽ പറയാം. പലരും തൊലി മാത്രം തിന്നുകൊണ്ടിരിക്കുകയാണ്. പലരും ഈ തൊലിയിലൂടെ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. ആചാരാനുഷ്ഠാനങ്ങളിലൂടെ നമ്മൾ യേശുവിനെ കണ്ടെത്തണമെന്നാണ് സഭ ആഗ്രഹിക്കുന്നത്. അവിടെ കെട്ടിക്കിടക്കാനല്ല, ഈ തൊലിയിലൂടെയാണ് നമ്മൾ അകത്തിരിക്കുന്ന പഴത്തെ സ്പർശിക്കുന്നത്. പഴമാണ് തിന്നേണ്ടത്, തൊലിയല്ല. പലരും വിചാരിച്ചിരിക്കുന്നത് ഈ തൊലിയാണ് ടേസ്റ്റ് എന്നും പറഞ്ഞ് തൊലിയും കഴിച്ച് 80 കൊല്ലം 90 കൊല്ലം ജീവിച്ച് യേശുവിനെ അറിയാതെ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക തിരുസഭയിലെ വിശുദ്ധരെല്ലാം തൊലിയുടെ അപ്പുറത്തിരിക്കുന്ന ഈ പഴം കണ്ടെത്തിയവരാണ്. അവർ നിത്യജീവൻ കണ്ടെത്തിയവരാണ്. അവർ യേശുവിനെ രുചിച്ചറിഞ്ഞവരാണ്. ദൈവം നമ്മളെ വിളിക്കുകയാണ് ആ പേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തിപരമായ ഒരു സ്നേഹബന്ധം. ഒരു ഓട്ടോറിക്ഷയിൽ ഇരിക്കുമ്പോൾ, ഈശോയെ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഓട്ടോറിക്ഷയിൽ കയറി പോകാം കേട്ടോ. പച്ചക്കറി വാങ്ങിക്കാൻ പോകുമ്പോൾ, ഈശോയെ നമുക്ക് രണ്ടുപേർക്കും കൂടെ പച്ചക്കറി വാങ്ങിക്കാൻ പോവാം. ഇങ്ങനെ പറയുന്ന ഒരു സ്നേഹബന്ധം, പള്ളിയുടെ പുറത്തേക്ക് നീളുന്ന ഒരു സ്നേഹബന്ധം, ധ്യാനകേന്ദ്രത്തിൻ്റെ പുറത്തേക്ക് നീളുന്ന ഒരു സ്നേഹബന്ധം, ഉറങ്ങുമ്പോൾ നീളുന്ന ഒരു സ്നേഹബന്ധം, നിന്റെ മടിയിൽ കിടന്ന് ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഉറങ്ങുന്ന ആ സ്നേഹബന്ധത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് എന്നെ നിങ്ങളെയും വിളിക്കുന്നത്. ഇതിലേക്ക് വരാത്തടത്തോളം കാലം നമുക്ക് രക്ഷയില്ല. നമ്മൾ ധ്യാനം കൂടിയും പ്രാർത്ഥിച്ചും മരിക്കത്തേ ഉള്ളൂ, രക്ഷപ്പെടത്തില്ല. രക്ഷപ്പെടണമെങ്കിൽ കർത്താവ് നിറഞ്ഞു നിൽക്കണം. യേശുവിനെ നമ്മൾ മുറുകെ പിടിക്കുക തന്നെ ചെയ്യണം. എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയത്തില്ല എന്ന് വാക്ക് പറഞ്ഞവനാണ് കർത്താവ്. ഈ ഏണിക്ക് നല്ല ബലമുണ്ട് പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ 2000 വർഷമായിട്ട് ഈ ഏണിയിലൂടെ കയറിപ്പോയവരെ ആരെയും ഈ ഏണി തള്ളി താഴെ ഇട്ടിട്ടില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഏണിയിലൂടെ കയറിപ്പോയ ചിലരെങ്കിലും ഇടത്തോട്ട് നോക്കിയും വലത്തോട്ട് നോക്കിയും അങ്ങോട്ട് നോക്കിയും നോക്കാൻ പാടില്ലാത്തത് നോക്കിയും കയറിയപ്പോൾ കാല് തെറ്റി താഴെ വീണ് ഉളുക്ക് പിടിച്ചിട്ടുണ്ട്, തളർന്നു കിടന്നിട്ടുണ്ട്. എന്നാൽ അവരെയും കർത്താവ് തള്ളിക്കളയുന്നില്ല. അവർ പിന്നെയും ഏണിയിൽ കയറാൻ വരുമ്പോൾ ഈ ഏണി സഹായിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഏണിയിലൂടെ നമ്മളെ കയറിപ്പോകാൻ സഹായിക്കുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. ചിലപ്പോൾ നമുക്ക് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. നമ്മൾ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ഏണിയിലൊക്കെ കയറി പഠിക്കുമ്പോൾ അവർ കയറാൻ ബുദ്ധിമുട്ടുമ്പോൾ നമ്മളിങ്ങനെ പുറകിൽ നിന്ന് ഇങ്ങനെ താങ്ങിക്കൊടുക്കും. അപ്പനോ അമ്മയോ കയറുമോനെ നമ്മളിങ്ങനെ പതുക്കെ താങ്ങിക്കൊടുക്കുമ്പോൾ അവർ ചവിട്ടിയാൻ കയറിപ്പോകും. ഇതുപോലെ ഇതിലൂടെ കയറിപ്പോകാൻ ബുദ്ധിമുട്ടുമ്പോൾ നമ്മളെ സഹായിക്കുന്ന സഹായകനാണ് പരിശുദ്ധാത്മാവ്. ഞാനൊരു സഹായകനെ അയക്കും, അവൻ എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കും. ഈ പരിശുദ്ധാത്മാവും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ട, ഈ ഏണിയിലൂടെ നമുക്ക് സുന്ദരമായിട്ട് കയറി നമുക്ക് സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. 3, ഈ ഏണി ഒത്തിരി വീതിയുള്ളൊരു ഏണിയാണ്. നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന കൊച്ചു ഏണിയല്ല. ഈ ഏണി ഒരുപാട് വീതിയുള്ള ഏണിയാണ്. അതായത് കേരളത്തിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും ഇംഗ്ലണ്ടിലും അന്റാർട്ടിക്കയിലും പാകിസ്ഥാനിലും ഏഷ്യയിലും ഗുജറാത്തിലും കേരളത്തിലും എന്നല്ല, എവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നവരും എവിടെ നിന്ന് മരിക്കുന്നവർക്കും ഒരേ സമയം ചവിട്ടി കയറത്തക്കവണ്ണം, കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഒരേ സമയം ചവിട്ടി സ്വർഗത്തെത്തത്തക്കവണ്ണമുള്ള
ഒരു വലിയ വീതിയുള്ള ഏണിയാണ് യേശു ക്രിസ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെളിപാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം 9-ാമത്തെ തിരുവചനം, അവിടെ അപ്പോസ്തലനായ യോഹന്നാൻ ഒരു വലിയ കാഴ്ച കാണുകയാണ്. ഇതാ ആർക്കും എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം, എല്ലാ രാജ്യങ്ങളിലും ഭാഷകളിലും ഗോത്രങ്ങളിൽ നിന്നും വന്നവരാണവർ. അവർ വെള്ള അങ്കിയണിഞ്ഞ് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും മുമ്പിൽ നിന്നിരുന്നു. അവർ ഇങ്ങനെ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു: സിംഹാസനത്തിൻ്റെയും നമ്മുടെ കുഞ്ഞാടിൻ്റെയും പക്കലാണ് രക്ഷ. പ്രിയപ്പെട്ടവരെ, വെളിപാട് പുസ്തകത്തിലെ 7-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ കാണുന്നത് സ്വർഗത്തിൻ്റെ ദർശനമാണ്. പത്മോസിൻ്റെ ദ്വീപിൽ സഹനവേളയിലായിരുന്ന യോഹന്നാനെ ദൈവം അകക്കണ്ണുകൾ തുറന്ന് സ്വർഗത്തിൻ്റെ മാധുര്യം കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു: യോഹന്നാനെ, തിളച്ച എണ്ണയിൽ കിടന്ന് പൊള്ളിപ്പോയതിനെ ഓർത്ത് നീ വേദനിക്കേണ്ട. നീ വരാൻ പോകുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം യോഹന്നാൻ. അത് മനോഹരമാണ്, അത് മഹത്വമുള്ളതാണ്, അത് തേജസ്സുള്ളതാണ്, അത് പ്രകാശം നിറഞ്ഞതാണ്. നിന്റെ ഈ സഹനം താൽക്കാലികമാണ്. നീ വരാൻ പോകുന്ന സ്ഥലം ഒരു ഗ്ലോറിയസ് പ്ലേസാണ്, അത് സ്വർഗമാണ്. അതെങ്ങനെ ഇരിക്കുന്നെന്ന് നിന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ യോഹന്നാൻ കണ്ടിട്ട് കണ്ണു തള്ളിപ്പോയി. യോഹന്നാൻ പറയാണ്: ആർക്കും എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടത്തെ ഞാൻ കാണുന്നു. പ്രിയപ്പെട്ടവർ, അടുത്ത വചനം ശ്രദ്ധിച്ചോ: എല്ലാ ഭാഷകളിലും രാജ്യങ്ങളിലും ഗോത്രങ്ങളിലും നിന്നുള്ളവർ. എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ എല്ലാ രാജ്യത്ത് ആഫ്രിക്കക്കാരനുണ്ട്, കറുത്തവനുണ്ട്, വെളുത്തവനുണ്ട്, ബ്രൗൺ ആയ നമ്മളുണ്ട്, വെള്ളക്കാരുണ്ട്, കറുത്തവരുണ്ട്, ബ്രൗൺ ഉണ്ട്, പഠിത്തമുള്ളവനുണ്ട്, പഠിത്തമില്ലാത്തവനുണ്ട്, ഇംഗ്ലീഷ് പറയുന്നവനുണ്ട്, മലയാളിയുണ്ട്, തമിഴനുണ്ട്, തെലുങ്കനുണ്ട്, സകലരും ഉണ്ടെന്നാണ്. ചൈനക്കാരനുണ്ട്, എല്ലാവരും ഉണ്ട്. കയ്യിൽ കുരുത്തോല പിടിച്ചിരിക്കുകയാണ്, വെള്ള വസ്ത്രം അണിഞ്ഞിരിക്കുക. എന്നിട്ട് ഇവർ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയും. വീണ്ടും വെളിപാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ തിരുവചനം, വെള്ള അങ്കി അണിഞ്ഞ ഇവർ എവിടെ നിന്ന് വരുന്നു? ഒരു ചോദ്യം. അതിൻ്റെ ഉത്തരം വെളിപാട് പുസ്തകം 7-14, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കികൾ കഴുകി വെളുപ്പിച്ചവരാണ് ഇവർ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തെത്തിയിരിക്കുന്ന ഈ കോടിക്കണക്കിന് ജനം, ആർക്കും എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്തവണ്ണമുള്ള ഈ ജനം, എങ്ങനെയാണ് ഇവർ സ്വർഗത്ത് കയറിപ്പറ്റിയെന്നുള്ള ചോദ്യത്തിന് ഒറ്റ മറുപടിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നറിയാമോ? കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ ജീവിതത്തെ കഴുകി വെടിപ്പാക്കാൻ അനുതപിക്കുന്ന ഹൃദയത്തോടെ കുഞ്ഞാടിൻ്റെ പക്കൽ ചെന്നവർ, നാഥാ എനിക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞവർ, നാഥാ ഞാൻ താഴെ വീണു എന്ന് പറഞ്ഞവർ, നാഥാ ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞവർ, അങ്ങനെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് തങ്ങളുടെ അങ്കികൾ ജീവിതത്തെ കഴുകുവാൻ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ എളിമയോടെ വിനയത്തോടെ നിന്നുകൊടുത്തവരാണ് ദൈവം സൗജന്യമായി സ്വർഗത്തെത്തിച്ചിരിക്കുന്നത്. എങ്ങനെ ഇവരിവിടെ എത്തി, ഇവരെവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ: യേശുവാകുന്ന ഏണിയിലൂടെ കയറി വന്നവർ എന്നാണ് കൊടുക്കുന്ന മറുപടി. യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ. സ്വർഗം ഫ്രീ ആണ് പ്രിയപ്പെട്ടവരെ, സ്വർഗം ഫ്രീ ആണ്. നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്തത്ര വില കൂടിയതാണ്. നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് സ്വർഗം മേടിച്ചെടുക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം, ഇന്ന് MBBS തന്നെ 60 ലക്ഷമോ 70 ലക്ഷമോ മേടിക്കുന്ന സ്ഥലങ്ങളുണ്ട്. MDക്ക് 2 കോടി മേടിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെയല്ലേ സ്വർഗം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കോടിക്കോടി കൊടുത്താലും കിട്ടത്തില്ല. അതിന് ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? ഫ്രീ ആയിട്ട് തന്നു. നമ്മളെ കൊണ്ട് ഒരിക്കലും ഇത് മേടിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന് അറിയാവുന്ന ദൈവം, സ്നേഹമായ ദൈവം നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ട് അതിൻ്റെ വില ദൈവം കൊടുത്തു. അതാണ് ഈശോയുടെ കുരിശുമരണം. ദൈവം അത് നമുക്ക് ഫ്രീ ആക്കി തന്നത് ചുമ്മാ അല്ല, ഒരു വില ദൈവം കൊടുത്തു. നമ്മളെ കൊണ്ട് കൊടുപ്പിക്കാതെ ആ വില ദൈവം കൊടുത്തു. അതാണ് പുത്രൻ്റെ കുരിശുമരണം. നമുക്ക് കിട്ടേണ്ട നരകത്തിൻ്റെ വേദന യേശു കുരിശിലൂടെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് സ്വർഗം തന്നു. ഇതാണ് രക്ഷ. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതാ ഇവരെങ്ങനെ വന്നു? കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകപ്പെട്ടവർ. ഒറ്റ വചനം പറഞ്ഞ് ഇന്നത്തെ വചനം തിരുവചന ശുശ്രൂഷ അവസാനിപ്പിക്കാം. യെശയ്യാ 45:21, ഞാൻ മാത്രമാണ് ദൈവം, ഞാൻ മാത്രമാണ് നീതിമാനായ ദൈവവും രക്ഷകനും. സകല ഭൂമിയുടെ അതിർത്തികളെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവിൻ. പ്രിയപ്പെട്ട ദൈവം പറയാണ്, ഞാനാണ് ദൈവം, ഞാൻ മാത്രമാണ് നീതിമാനായ ദൈവവും രക്ഷകനും. ഭൂമിയുടെ അതിർത്തികളെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവിൻ. കണ്ടോ പറഞ്ഞിരിക്കുന്നത്? കണ്ടോ? ഭൂമിയുടെ അതിർത്തികളെ. ആഫ്രിക്കയിലുള്ളവരെ, അമേരിക്കയിലുള്ളവരെ, ഇന്ത്യയിലുള്ളവരെ, യൂറോപ്പിലുള്ളവരെ, ഓസ്ട്രേലിയയിലുള്ളവരെ, ചൈനയിലുള്ളവരെ, ഇന്തോനേഷ്യയിലുള്ളവരെ, മലേഷ്യയിലുള്ളവരെ, സിംഗപ്പൂറുള്ളവരെ, ഭൂമിയുടെ അതിർത്തികളെ, വടക്കേറ്റം, തെക്കേറ്റം, കിഴക്കേറ്റം, പടിഞ്ഞാറേറ്റം, എവിടെയുമുള്ളവരെ, ഭൂഗോളത്തിൻ്റെ ഏത് അതിർത്തിയിലുമുള്ളവരെ, ടേൺ ടു മീ, എന്നിലേക്ക് തിരിയുക. ലുക്ക് അറ്റ് മീ, എന്നെ നോക്കുക, എന്നിലേക്ക് വരിക. ഞാനാകുന്ന ഏണിയിലൂടെ ചവിട്ടിക്കയറി രക്ഷ പ്രാപിച്ചു കൊള്ളുക. ഏണി ഇറക്കപ്പെട്ടിട്ട് 2000 കൊല്ലമായി.
കോടിക്കണക്കിന് ജനങ്ങൾ ഈ ഏണിയിലൂടെ കയറിപ്പറ്റി രക്ഷപ്പെട്ടു. ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും അനേകർ ഈ ഏണിയിലൂടെ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെ ദൈവം വിളിക്കുന്നു. നിങ്ങൾ ഈ ഏണിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് മരണശേഷം എവിടെ പോകുമെന്ന് ഭയമുണ്ടോ? ഭയപ്പെടേണ്ട, യേശു വരുന്നു. യേശു നമ്മളെ സ്നേഹത്തോടെ വിളിക്കുന്നു. ഏണിയിലൂടെ കയറി പോവുക, സൗജന്യമായിട്ട് സ്വർഗത്തെത്താം. അനുദപിക്കുന്ന ഹൃദയത്തോടെ ചെല്ലുക, പരിശുദ്ധാത്മാവ് സഹായിച്ചു തരും. ഒരിക്കലും തള്ളിക്കളയാത്ത സുരക്ഷിതമായ ഏണി, ബലമുള്ള ഏണി, വീതിയുള്ള ഏണി. ഇതിൻ്റെ ഒരറ്റം ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്നു, മറ്റേ അറ്റം സ്വർഗത്താണ്. വഴി തെറ്റാത്ത ഏണിയാണ്, ലക്ഷ്യസ്ഥാനത്തെത്തിക്കും. നല്ല ഈശോയെ, അങ്ങേ ഞങ്ങൾക്ക് കിട്ടിയതാണ് ഞങ്ങളുടെ ഭാഗ്യം. ബാക്കി എല്ലാം കടന്നു പോകും. അങ്ങ് മാത്രം എന്നും ഞങ്ങളുടെ കൂടെ നിത്യത മുഴുവൻ ഉണ്ട്. അങ്ങേ ഞങ്ങൾ കുറച്ചുകൂടെ സ്നേഹിക്കട്ടെ, ആരാധിക്കട്ടെ, മഹത്വപ്പെടുത്തട്ടെ. അങ്ങേ വേദനിപ്പിക്കാതിരിക്കാൻ ഞങ്ങൾ കുറച്ചുകൂടി ജാഗരൂകരായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനെ തന്നുകൊണ്ട് ഞങ്ങളെ കൈപിടിച്ച് ഏണിയിലൂടെ നടത്തണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.